നമ്മളുടെ വലിയ ഫാനാണ്. എന്നെ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബർ ഒന്ന് ഹഗ് ചെയ്യണത്. എനിക്ക് കഴിച്ചത് താരം വാനിൽ മായുന്നേ പടിതിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ടേ. ഇവരെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വീട്ടിൽ നിൽക്കണ കണ്ടിട്ടില്ല. ഇവരെ കല്യാണത്തിന് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോഴും ഇവർ രണ്ടുപേരും മാത്രം മതി. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഉണ്ടായി പോയി. അതുകൊണ്ട് മാത്രം നിങ്ങളെ കൂട്ടി. ഇതൊന്നും സാധനം പുകഞ്ഞിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 ഗായ്സ്. സോ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പോയ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ പ്രാവശ്യം പോണത്, എറണാകുളം. എന്താ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നാളെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോവാണ്. എല്ലാ വർഷവും 29 ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എക്സാം ആണ്. ജനുവരി 5 മോഡൽ എക്സാം ആണ്. ഞാനാണ് ഇപ്പൊ പോണത്. അപ്പം നമുക്ക് പോവാം. ഓൺലൈൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിതാ ബുക്ക് കൊണ്ടാണ് പോണത്. ഇതില് ഫുള്ള് ബുക്ക്. എന്തായാലേ 3 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. 26 പോവാം. ഇപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങാൻ വിചാരിച്ചാണ്. സ്വാഭാവികം, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ദേവുന്റെ? മെൻസോറാണ് കേട്ടോ ഗൈസ്. നമ്മളെ ഷോപ്പിൽ തന്നെയാണ്. ഞാൻ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ജാനിക്ക് മോളെ, ഞാൻ അടുത്ത വർഷം കാണാട്ടോ. ഞങ്ങള് ന്യൂ ഇയറിന്റെ അന്ന് വരും കേട്ടോ. അത് അമ്മക്ക് കുറച്ച് കഴിയുമ്പോ തണുക്കും. അപ്പൊ പുതയ്ക്കാൻ വേണ്ടി എന്തായാലും ഇപ്പൊ ഒരു 9:30 ആയി സമയം. എന്തായാലും അവിടെ എത്താൻ 2 മണിയൊക്കെ ആവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ചിട്ട് പോണം. ഈ ഉഷാറൊന്നും കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞുണ്ടാവില്ല കേട്ടോ. തിരിച്ചു വരുമ്പോഴല്ലേ ഉറങ്ങണം. ഉഷാറാവണമെങ്കിൽ വാസോട്ടിന്റെ കടയിലെത്തണം. അതെ, അല്ല ഇന്നത്തെ നേരം വൈകല്ലേ വേണോ കേറിട്ട് പോകണം. പിന്നെ എവിടെ ഞങ്ങൾ എന്ന് പോയതാ. പോയിട്ടുവരാം. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വാണിയമ്പലം വന്നിരിക്കുകയാണ്. ഒരു ആശ്വാസമായിരുന്നു ഫ്രണ്ട്സ്. നീ ചലോ വാസോട്ടിന്റെ കട. യാത്ര ചെയ്ത് ക്ഷീണിച്ചു ഞങ്ങള്. പിന്നെ പാലക്കാട് കഴിഞ്ഞു കേട്ടോ. പാലക്കാട് കിട്ടിയോ? പാലക്കാട് വഴിയല്ലേ, പാലക്കാട് റോഡ്. തൃശ്ശൂർ എത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ദാഹം. അപ്പം തൃശ്ശൂർ എത്താറായില്ലേ. ഇളനീര് കുടിക്കാന്ന് വിചാരിച്ചു. വാ മകള് വാ. എനിക്ക് കരിക്കിന്റെ വെള്ളത്തിനേക്കാളും ഇഷ്ടം കരിക്കിന്റെ അതാണ്. ഡോളിക്ക് എന്താ വിഷമം? ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ? ഉറക്കൊന്നും വരണ്ട, നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്. പോകുന്ന വഴിയൊക്കെ ചെയ്യണ്ടേ, എൻജോയ് ചെയ്യണ്ടേ. വാവേനോട് വിശക്കുണ്ടോ ചോദിച്ചപ്പോ ചെറുതായിട്ട് വരുന്നുണ്ട്. 2:45 സമയം. കരിക്കല്ല വെള്ളത്തിന്റെ നമ്മൾ പോയപ്പോ വിശപ്പ് തുടങ്ങിണ്ടാവും. ഫ്രണ്ട്സ്, ഞങ്ങളൊരു
ഹോട്ടലിൽ കയറി. അവിടെ മീൽസ് ഇല്ല എന്നാ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 മണിയാകുമ്പോഴത്തേന് എല്ലാ ഹോട്ടലിലും കഴിയും. ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടോ, ഹൈവേന്റെ അപ്പുറത്തന്നെയുള്ള റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസ് ഉള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ഞാന് പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ ഇല്ല. എന്താ ഞാനേ നമ്മള് കോട്ടയം പോയിട്ടൂലേ, കോട്ടയം പോണ ടൈമില് അവിടെ കല്യാണത്തിന് സദ്യ വിളമ്പിട്ട് അവിടെ ഇരിക്കുന്ന ടൈമിൽ അവർ ചോദിക്കും പരിപ്പ് കറി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ പരിപ്പ് പേര് ഇട്ടിട്ട് വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ആട്ടുപോയി ഇടും. അവിടെ ഇങ്ങനെ ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വേണ്ട അങ്ങനെ എനിക്ക് വായറിന് പറയാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആട്ടും. അപ്പോൾ ഒഴിച്ചു പോകും. അപ്പോൾ നമുക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇവിടെ ഒരു ഗാർഡൻ കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങള് അതല്ല, ഇവിടെ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. അപ്പൊ ഞങ്ങള് 3-4 ഫോട്ടോ ഒക്കെ എടുത്തു. ഗായ്സ്, ഞങ്ങൾ എവിടെ എത്തി? അങ്കമാലി ബ്ലോക്കിൽ പെട്ടേക്കാണ്. അങ്കമാലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാലോ ബ്ലോക്ക് ആയിരിക്കുന്നു. കേരളത്തില് ഏറ്റവും ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അങ്കമാലി. എന്നതില് വന്നോ ബ്ലോക്കില്ലാതെ ഇതിൽ അങ്കമാലി പാസ് ചെയ്ത് ഞാൻ പോയിട്ടില്ല. രാത്രി എങ്ങാനും പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ പകൽ പോയിട്ടില്ല. ഒരു സന്തയിൽ പെട്ടെന്ന് കാണുമ്പോ ബാഗ് കരടി കണ്ട്, 2 കരടി കണ്ട്. പക്ഷെ എടുക്കാം, ആൾക്കരടി. അപ്പൊ ഞങ്ങള് എടപ്പള്ളി എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് എന്താ റൂം എടുത്തിരിക്കുന്നത് വൈറ്റിലല്ലേ? വൈറ്റിലിയാണ്. നമ്മൾ റൂമിക്കുള്ള വഴിയാണ് പോണത്. അപ്പൊ അവിടെ ഫുഡ് സ്പോട്ട് ആണെന്നൊരു വേറെ രീതിയിൽ പറഞ്ഞതാണ്. കോട്ടയം കെട്ടി നന്ദിയിടും പെണ്ണാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ കാണുന്ന ഹോട്ടലിലായിരുന്നു. നാളെ വെഡിങ് ആനിവേഴ്സറി. നാളെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പം ഒന്നിച്ചിക്കാൻ പറ്റിയ സൈസ് റൂമാണ് ഞങ്ങൾ നോക്കുന്നത്. ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വീട്ടിൽ നിൽക്കണമെന്നില്ല. കാര്യം എന്താ എനിക്കറിയാം. എന്താ, ഇവരെ കല്യാണത്തിന് ആരും ഉണ്ടായിരുന്നില്ല, ഇവർ 2 പേരും മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോഴും ഇവർ 2 പേരും മാത്രം മതി. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഉണ്ടായി പോയി. അതുകൊണ്ട് മാത്രം നിങ്ങളെ കൂട്ടി. വ്യൂ നോക്കട്ടെ. പക്ഷെ നമ്മൾ ആ ഫ്ലാറ്റ് JVK-ലെന്നെങ്കിൽ കായല് കാണായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഫാനില്ലേ ഫ്രണ്ട്സ്? അതാ കാണുന്നത് കായലാണ് കേട്ടോ. നല്ല റൂമല്ലേ? ഗൈസ്, അപ്പൊ ഞാൻ വന്നു. ഇനിതാ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. വൈഫൈ കണക്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ സർപ്ലസ് പറഞ്ഞ ചാപ്റ്ററിലെ മക്കൾ എടുത്തുകൊണ്ടിരുന്നത് ഓക്കെ. അപ്പൊ AD BCക്ക് ഈക്വൽ ആണ്. അതേപോലെ CD ഈക്വൽ ടു CDRക്ക് ഈക്വൽ ആണ്, ABക്ക് ഈക്വൽ ആണ്.
ഫ്രണ്ട്സ്, അപ്പം ട്യൂഷൻ കഴിഞ്ഞു. സോ ഞങ്ങൾ ഇനി ഫോറം മാളിക്ക് പോവാണ്. ലുലു മാൾ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും. ഇവിടെ അടുത്ത് തന്നെയാണ് ഫോറം മാൾ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഫോറം മാളിലെത്തി. ഇവിടെ എന്തോ കാർണിവൽ നടക്കുന്നുണ്ട് ഗൈസ്. ഫാമിലീസ് കാർണിവൽ. മറ്റേ ഗെയിം കളിച്ചിട്ട് ടോയ്സ് കിട്ടൂലേ ഗൈസ്. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയും പപ്പയും ഗിഫ്റ്റുകൾ കൈമാറിയത് ഇവിടെ നിന്നു, സ്റ്റാർബക്സിന്റെ പ്ലേസിൽ. നമ്മളെങ്ങോട്ടാ പോവാ? എങ്ങോട്ടേ? ഫുഡ് കോർട്ട് പോവാം. ഇത് മറ്റേ എന്താണ്, അഫ്ഗാനിസ്ഥാൻ എന്തോ സ്പൈസി ബിരിയാണി അല്ലേ? അണ്ടകളാ പൊള്ളും കൈ. ആന്ധ്ര ബിരിയാണി അങ്ങനെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എന്തെരുവാ അറിയതിന്? ഫസ്റ്റ് നമ്മൾ 2 വാ തിന്നുമ്പോ വിചാരിക്കും ഇതാ പെരുവ് എന്നൊക്കെ പറയണത് വിചാരിക്കും. പിന്നെ അങ്ങോട്ട് തൊട്ടങ്ങൂലേ മോളെ. ഇതൊക്കെ ഇന്റെ സാധനം പുകഞ്ഞു വരുന്നേ. ഇന്റെ സാധനം പുകഞ്ഞു വരുന്നേ. ചോക്ലേറ്റിന് സ്മെല്ല് വരുന്നില്ലേ? So I am going to eat it, guys. Hot chocolate. Mommy like this hot chocolate. നല്ലോണം കൂതണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അന്നാട്ടിലൊട്ടോ. ഒട്ടുന്നുണ്ട്. സാധാ ഫലൂദ. ഫലൂദ അല്ലല്ലോ അത്, സലാഡല്ലേ? ഈ മോള് നമ്മളുടെ വലിയ ഫാനാണ്. എന്നെ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബർ ഒന്ന് ഹഗ് ചെയ്യണത്. നമ്മളെ സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പം എന്ത് വലിയ ഫാനായിരിക്കും. അതെ അതെ. പിന്നെ എനിക്ക് കഴിച്ചത് ഒന്ന് ഹഗ് ചെയ്തോ? ഞാൻ ഇപ്പൊ കയറിയോ ദേവനെ കണ്ടിട്ട് കരയ്യ, അത്രയ്ക്ക് ഹാപ്പി ആയി. ആദ്യമായിട്ടാണ് ഒരു സബ്സ്ക്രൈബർ വന്ന് ഹഗ് ചെയ്യണത്. ദിയമോക്ക് അങ്ങനത്തെ ഒരു ചേച്ചീനെ വേണമായിരുന്നു കേട്ടോ പറയണത്. ഗൈസ്, നമ്മുടെ അമ്മേനെയും പപ്പേനെയും വെഡിങ് ആനിവേഴ്സറി നാളെ ആയതിനാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. സോ സർപ്രൈസ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ വിചാരിക്കുന്നത് ക്രോക്സ്, ഒറിജിനൽ ക്രോക്സ് വാങ്ങാന്നാണ്, ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ്. സോ അവര് അമ്മയും പപ്പയും പറഞ്ഞിരുന്നു, പപ്പയ്ക്ക് ഇപ്പോൾ ക്രോക്സ് വേണം പറഞ്ഞിരുന്നു. അമ്മേൻ്റെ ഒരു ചാഞ്ചാട്ടമൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഡ്രസ്സാണെന്നാണ് തോന്നണേ. കാരണം കുറേ നേരം എന്നെ കൊണ്ട് മാക്സിൽ കറക്കിപ്പിച്ചു. അമ്മേൻ്റെ വിചാരം ഞാൻ ഓൾറെഡി എന്തോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. സോ അവരറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കണത്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാ. നമുക്ക് ഏതെങ്കിലും ഒന്ന് തൊട്ട് എന്നാണ് അമ്മ ഇതിലേതെങ്കിലും ഒന്ന് തൊട്ട്. എന്താ വിളിക്കണ്ട, എന്താ കാര്യം അറിയില്ല. എന്റെ കൈ കക്ഷത്തിൽ എന്തെങ്കിലും ഏർപ്പാടാണ് ചെറുതായിക്കണത്. എനിക്കിപ്പോ സർപ്രൈസ് ഒക്കെ പറ്റൂല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അല്ല എൻ്റെ അടുത്താ, എൻ്റെ കാശാ അവർക്ക് പോണമെന്നുണ്ട്. അതൊന്നും നെവർ മൈൻഡ്. ഒന്നെങ്കിൽ ഒരു ബ്രാൻഡഡ് ബാഗ്, അല്ലെങ്കിൽ ഡ്രസ്സ്, മാക്സിമം ഡ്രസ്സ്. ഗൈസ്, അമ്മ ബോഡി മസാജ് ചെയ്യാൻ പോവാണ്. ഇത് കാലെല്ലാം കിക്കിളിയാവുന്ന ടൈപ്പ്. കാലിൽ മസാജ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് അങ്ങേറ്റത്ത് പോയിരുന്നോ ഗൈസ്. പപ്പയും മസാജ് ചെയ്യാൻ കയറി ലാസ്റ്റ് രണ്ടുപേരും. പപ്പയ്ക്ക് നല്ല സുഖമുണ്ട് ഗൈസ്. കാലിന് സുഖമുണ്ടോ? ഇവിടെ ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് വന്നല്ലേ, അതുകൊണ്ടിരിക്കും. ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങുന്നല്ലേ നല്ലോണം. ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളു ഗൈസ്. പപ്പൻ്റെ കഴിഞ്ഞു ഗൈസ്, താന്നോണ്ടിരിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നാളത്തെ വീഡിയോ വരുന്നതാണ് ഗൈസ്.